ഇനി നമ്മൾ പോകുന്നു. ഇന്ന് ഇത് സംഭവിക്കും. കോഴിക്കോട് വടകരയിൽ 9 വയസ്സുകാരിയെ വാഹനമിടിപ്പിച്ച് അബോധാവസ്ഥയിലാക്കി കടന്നുകളഞ്ഞ കേസിൽ കുറ്റപത്രം ഇന്ന് സമർപ്പിക്കും. പ്രതിയെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. ഇന്നലെ അറസ്റ്റ് ചെയ്ത പ്രതിയെ രാത്രിയാണ് വടകരയിലെത്തിച്ചത്. പാതിവില തട്ടിപ്പ് കേസിൽ പ്രതി അനന്തുകൃഷ്ണന്റെ ജാമ്യാപേക്ഷ മൂവാറ്റുപുഴ കോടതിയിൽ. നിലവിൽ ജുഡീഷ്യൽ കസ്റ്റഡിയിലാണ് അനന്തുകൃഷ്ണൻ. കയർ ബോർഡ് കൊച്ചി ആസ്ഥാനത്ത് തൊഴിൽ പീഡനം കാരണം മരിച്ച സെക്ഷൻ ഓഫീസർ ജോളി മധുവിന്റെ പോസ്റ്റ്മോർട്ടം ഇന്ന്. കളമശ്ശേരി മെഡിക്കൽ കോളേജിലെ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ഇന്ന് വൈകിട്ട് 3 മണിക്ക് പാലാരിവട്ടം മാലിൻ ചുവടുള്ള വീട്ടിൽ പൊതുദർശനം നടക്കും. നാളെയാണ് സംസ്കാരം. ഇടുക്കി പെരുവന്താനത്ത് കാട്ടാന ആക്രമണത്തിൽ മരിച്ച സോഫിയുടെ കുടുംബത്തിന് ധനസഹായം നൽകാൻ സർക്കാർ തീരുമാനം. ഇന്ന് തന്നെ ധനസഹായം ഉറപ്പാക്കുമെന്ന് ഇടുക്കി കളക്ടർ. സോഫിയുടെ മകൾക്ക് ജോലി നൽകാൻ ശുപാർശ ചെയ്യും. ഇന്ന് സോഫിയുടെ പോസ്റ്റ്മോർട്ടം നടക്കും. കണ്ണൂർ തലശ്ശേരി ടെമ്പിൾ ഗേറ്റ് ലെവൽ ക്രോസ് അറ്റകുറ്റപ്പണികൾക്കായി ഇന്ന് അടച്ചിടും. രാവിലെ 8 മണി മുതൽ നാളെ വൈകിട്ട് 6 മണി വരെയാണ് അടച്ചിടുക. അധിക്ഷേപ പരാമർശത്തിൽ CPM പഞ്ചായത്ത് അംഗം എൻ പ്രഭാകരനെതിരെ ഇന്ന് പരാതി നൽകും. പനമരം പഞ്ചായത്ത് പ്രസിഡന്റ് ലക്ഷ്മി ആലയ്ക്കമറ്റുമാണ് ഡിവൈഎസ്പിക്ക് പരാതി നൽകുക. ആദിവാസി പെണ്ണ് എന്നതടക്കം അഭിസംബോധന ചെയ്ത് തന്നെ വംശീയമായി അധിക്ഷേപിച്ചെന്നാണ് ലക്ഷ്മിയുടെ പരാതി. സംസ്ഥാന ബജറ്റിന്മേലുള്ള പൊതുചർച്ച ഇന്നും നിയമസഭയിൽ തുടരും. വർദ്ധിച്ചുവരുന്ന പോലീസ് അതിക്രമങ്ങൾ സർക്കാരിനെതിരെ ആയുധമാക്കാൻ പ്രതിപക്ഷം. പ്രശ്നത്തിൽ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയേക്കും. കേന്ദ്ര ബജറ്റ് ഇന്ന് പാസാക്കും. കഴിഞ്ഞ ദിവസങ്ങളിൽ ബജറ്റിന്മേൽ നടന്ന ചർച്ചയ്ക്ക് ധനമന്ത്രി നിർമ്മല സീതാരാമൻ ഇന്ന് ലോക്സഭയിൽ മറുപടി പറയും. ബജറ്റ് പാസാക്കുന്നതിന് പിന്നാലെ വഖഫിലെ JPC റിപ്പോർട്ട് പാർലമെന്റിൽ വച്ചേക്കും. പഞ്ചാബിൽ ആം ആദ്മി പാർട്ടിക്ക് ഇന്ന് നിർണായക ദിവസം. വിമത നീക്കം നടത്തുന്ന MLA-മാരുമായി അരവിന്ദ് കെജ്രിവാൾ ഇന്ന് ചർച്ച നടത്തും. മണിപ്പൂർ മുഖ്യമന്ത്രിയെ തീരുമാനിക്കാൻ BJP MLA-മാരുടെ യോഗം ഇന്ന് ചേരും. പ്രശ്നപരിഹാരത്തിനായി MLA-മാരെ ഡൽഹിക്ക് വിളിപ്പിച്ചിട്ടുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഫ്രഞ്ച് സന്ദർശനം തുടരുന്നു. AI ഉച്ചകോടിയിൽ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോണിനൊപ്പം മോദി സഹാധ്യക്ഷനാവും. ഇന്ത്യയിലെയും ഫ്രാൻസിലെയും വ്യവസായികൾ യോഗത്തിൽ പങ്കെടുക്കും. ഗാസ വിടാതെ ട്രംപ്. അമേരിക്ക ഗാസ ഏറ്റെടുത്താൽ പലസ്തീൻ ജനതയ്ക്ക് അവിടെ അവകാശമുണ്ടാവില്ലെന്ന് ട്രംപിന്റെ പ്രസ്താവന. പലസ്തീനികൾക്ക് പാർപ്പിട സൗകര്യം അറബ് രാജ്യങ്ങളിൽ ഒരുക്കും. ജോർദാൻ രാജാവ് അബ്ദുള്ള രണ്ടാമനുമായി ഇന്ന് ട്രംപ് കൂടിക്കാഴ്ച നടത്തും. ഇതൊക്കെയാണ് ഇന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന പ്രധാനപ്പെട്ട വാർത്തകൾ.